ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആഘോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി എല്ലാവരെയും ആകർഷിക്കത്തക്ക വിധത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. ഈ കാലഘട്ടത്തിൽ അത് സർവ്വസാധാരണവുമാണ്. ഇന്ന് വിവാഹ വിരുന്നുകൾ നടക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അത് നടത്താൻ വീട്ടുടമസ്ഥൻ പരിശ്രമിക്കും. വരുന്നവരും ഏറ്റവും മികച്ച രീതിയിൽ ആ വിരുന്നിൽ പങ്കെടുക്കും. യേശുവിൻ്റെ കാലത്തും വിവാഹ വിരുന്നുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ അന്നും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുൻപിൽ നിൽക്കണമെന്ന ആഗ്രഹം മനുഷ്യനുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആരെങ്കിലും കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടാവും. ലൂക്ക 14:11 പറയുന്നു, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇന്നൊരു വിരുന്ന് നടക്കുമ്പോൾ പലയിടത്തും മുൻവശത്തു തന്നെ കുറേ കസേരകൾ പ്രത്യേകമായി നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. ആതിഥേയനെ അറിയൂ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്. മുൻപിൽ കയറിയിരുന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പിറകിലേക്ക് ഇറങ്ങിയിരിക്കേണ്ടതായി വരും. എന്നാൽ പിന്നിലിരുന്നാൽ മുന്നിലേക്ക് കയറാൻ അവസരവും ഉണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും മുൻപാകെ മഹത്വമുണ്ടാകും. സമത്വത്തിലുള്ളവരെ വിരുന്നിന് ക്ഷണിച്ചാൽ അവർ പകരം ക്ഷണിക്കും. പ്രതിഫലം ഉടനടി കിട്ടും. എന്നാൽ തിരിച്ചു തരാൻ മാർഗമില്ലാത്തവർക്ക് നന്മ ചെയ്യുക. ഭക്ഷണമാകാം, വസ്ത്രമാകാം, സാമ്പത്തിക സഹായമോ ശുശ്രൂഷയോ ആവാം. അതിന് പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. ലൂക്കാസ് വിശേഷം 14:14 പറയുന്നു, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. 24 വാക്യത്തിൽ പറയുന്നു, ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ആരാണ്? ലോകം അതിവേഗം പായുകയാണ്. ആർക്കും ഒന്നിനും സമയമില്ല. ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിച്ചു. സദ്യയ്ക്ക് സമയമായപ്പോൾ ആരും വന്നില്ല. ഓരോരുത്തർക്കും ഓരോ തടസ്സങ്ങൾ. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, ദരിദ്രരെയും വിധവകളെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക. എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. വിളിച്ചതാരെയാണ്? വിരുന്ന് ഉണ്ടത് ആരാണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും വിരുന്നൊരുക്കി ദേവാലയത്തിൽ കാത്തിരിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. ജീവിത വ്യഗ്രതകൾ മൂലം പലപ്പോഴും നമുക്ക് ആ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? അതേസമയം മനുഷ്യദൃഷ്ടിയിൽ കുറവുണ്ടെന്ന് തോന്നുന്നവരും മുടന്തുള്ളവരും എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടു എന്ന് ലോകം വിചാരിക്കുന്നവരും പലപ്പോഴും ഈ വിരുന്ന് ആസ്വദിക്കാറുണ്ടാവാം. നിയമജ്ഞർക്കും ഫരിസേയർക്കും മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ ഈശോ ചോദിച്ചിട്ടുണ്ട്. സാപത്തിൽ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ പിടിച്ചു കയറ്റാത്തവരായി ആരുണ്ട്? അവനവൻ്റെ ശരീരത്തു ഞുള്ളിയാലേ അവനവന് വേദന അറിയൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വേദനയില്ലല്ലോ. മഹോദര രോഗിയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സാപത്തിൽ നന്മ ചെയ്യാമെന്ന് യേശു പഠിപ്പിച്ചു. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരുടെയും ജീവചരിത്രങ്ങൾ നമുക്കറിയാം. യേശുവിനെ പോലെ കഠിന പീഡകൾ സഹിച്ച് രക്തസാക്ഷിത്വം വഹിച്ചവർ. തിരുവചനം പറയുന്നു, ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. യേശുവിൻ്റെ ശിഷ്യനാകാൻ യേശു എന്ന ഗുരുവിലേക്ക് നോക്കണം. കുരിശു വഹിച്ച് മാതൃക കാട്ടി ഈശോ പറയുന്നു, സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ശിഷ്യത്വത്തിന് വില കൊടുക്കണം. അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്വജീവനെ തന്നെയും വെറുക്കണം. അതിനാൽ ശിഷ്യനാകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെക്കൊണ്ട് ഇതിന് സാധിക്കുമോ എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. ഉറകട്ടെ ഉപ്പുപോലെ ഉപകാരമില്ലാത്തവരാകും. എല്ലാവരും നന്മ ചെയ്യണമെന്നും
വില കൊടുത്ത് ശിഷ്യനാകണമെന്നും സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുന്നവരാകാൻ ശ്രമിക്കണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കതിനായി പരിശ്രമിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.